ഉലകനായകൻ്റെ ആളവന്താൻ എന്ന് പറഞ്ഞ ഒരു സിനിമ. അതൊരു വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയായിരുന്നു. ഡബിൾ റോള് കമലഹാസൻ എത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ സൂര്യയുടെ നന്ദ എന്ന് പറയുന്ന ഒരു സിനിമ, നമ്മുടെ സംവിധായകൻ ബാലയുടെ സിനിമ. ആ ഒരു സിനിമയോട് കൂടിയൊക്കെയാണ് സൂര്യ ശരിക്കും ആ 2001 എന്ന് പറഞ്ഞ വർഷം സൂര്യ പൊങ്കലിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യക്ക് വന്ന നല്ലൊരു സിനിമയാണ് നന്ദ എന്ന് പറയുന്ന സിനിമ. പിന്നെ വിക്രമിൻ്റെ കാശി എന്ന് പറയുന്നത് നമ്മുടെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും അതിൻ്റെ റീമേക്ക് വിനയൻ തന്നെ സംവിധാനം ചെയ്ത സിനിമ, ആ ഒരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ വിജയകാന്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ആ ഒരു വർഷം, അല്ലെങ്കിൽ ഈ ഒരു ദീപാവലി സീസണിൽ. അങ്ങനെ കുറേ ഒരു സിനിമകൾ ഇറങ്ങിയ ഒരു സീസണായിരുന്നു അത്. അപ്പുറത്ത് ഹിന്ദിയിലാണെങ്കിലും ഇതേപോലെ തന്നെ കബി ഖുഷി കബി ഗം എന്ന് പറയുന്ന ഒരു സിനിമ ഒന്ന് തിയേറ്ററിലുണ്ട്. അശോക എന്ന് പറയുന്ന ഒരു സിനിമ ഒന്ന് തിയേറ്ററിലുള്ള ഒരു സമയമാണ്. അതിൽ അജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക, ഒരു എന്താ പറയുക ഭയങ്കര ഒരു പ്രേക്ഷകർക്കൊക്കെ ഒരു വിരുന്ന് തന്നെയായിരുന്നു ആ ഒരു ദീപാവലി സീസൺ. പക്ഷേ ഇത്രയും സിനിമകളുണ്ടെങ്കിലും അന്ന് വിന്നറായിരുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് വിജയുടെ ഷാജഹാനും പിന്നെ വിജയകാന്തിൻ്റെ തവസി എന്ന് പറയുന്ന ഒരു സിനിമ. ഈ 2 സിനിമയായിരുന്നു അന്ന് ശരിക്കും വിന്നേഴ്സ് ആയിരുന്നു. ഇത് രണ്ടിലും ഏതാണ് കൂടുതൽ കളക്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം വിജയകാന്തിൻ്റെ അന്ന് താരമുള്ള സമയമാണ്. B-C ഓഡിയൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ വിജയകാന്തിൻ്റെ ഒക്കെ നല്ല കളക്ഷനുള്ള ഒരു സമയം തന്നെയായിരുന്നു. പിന്നെ കാശിയായാലും നന്ദയായാലും വിജയം തന്നെയായിരുന്നു. ഇത് ക്രിട്ടിക്കലി കൂടുതൽ പേര് കിട്ടിയ സിനിമകളായിരുന്നു. പക്ഷെ ഷാജഹാൻ അന്ന് വിജയുടെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വമ്പൻ സിനിമയൊന്നും അല്ല, കളക്ഷനൊന്നും അല്ല. പക്ഷെ 125 ദിവസം നല്ല രീതിയിൽ പോയ ഒരു സിനിമ തന്നെയായിരുന്നു അത്. ഇപ്പം മറ്റു സിനിമകളൊക്കെ നമ്മൾ തുള്ളാതെ മനവും തുള്ളു അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും പോലെ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമയല്ല. പിന്നെ ഇപ്പം അപ്പുറത്ത് പറഞ്ഞ പോലെ അശോക എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലുണ്ട്. കബി ഖുഷി കബി ഗം ആ സമയത്തല്ല, ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ഡിസംബർ 2nd വീക്കിലാണ് കബി ഖുഷി കബി ഗം ഇറങ്ങുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നവംബർ ഡിസംബർ മാസമൊക്കെ അടുപ്പിച്ചിങ്ങനെ സിനിമകൾ വരുന്നു. ഒരു വെക്കേഷൻ ടൈമൊക്കെ ഡിസംബറൊക്കെ ആയപ്പോൾ തന്നെ ഈ പറഞ്ഞ ദീപാവലിക്ക് ഇറങ്ങിയ സിനിമകളും തിയേറ്ററിൽ അന്ന് ഉള്ളൊരു സമയം തന്നെയായിരുന്നു.